ഡാലിയ ടീച്ചറുടെ ഹൃദയം ഇനി തുടിക്കുക 12 വയസ്സുള്ള അനുഷ എന്ന കുഞ്ഞിലാണ്. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ്. അത് വിജയകരമായി പൂർത്തിയായി. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കൊല്ലം സ്വദേശിനിയായ ഡാലിയ ടീച്ചർ മസ്തിഷ്ക മരണത്തിന് കീഴടങ്ങിയത്. ഡോക്ടർ സൗമ്യ രമന്റെ നേതൃത്വത്തിലാണ് ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ഗോകുൽനാഥ് അതിനെക്കുറിച്ച് നമ്മളോട് പറയും. ഗോകുലെ, ഒരു ഭാഗത്ത് വലിയ സങ്കടമാണല്ലേ, ഒരാൾ നമ്മെ വിട്ടുപോകുന്നു, മറുഭാഗത്ത് ആ കുഞ്ഞിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ സന്തോഷം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കുള്ളൊരു വലിയ നന്മയെക്കുറിച്ചാണ് തീർച്ചയായും നമ്മൾ പറയേണ്ടത്. അത് എപ്പോഴായിരുന്നു, ആ കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ടീച്ചർ ഇത്തരത്തിൽ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. അപ്പോൾ മസ്തിഷ്ക മരണമാകുമ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള കടമ്പ എന്ന് പറയുന്നത് അവയവങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ ബന്ധുക്കളുടെ സമ്മർദ്ദത്തിന് ശേഷം 5 അവയവങ്ങളാണ്, ഹൃദയം ഉൾപ്പെടെ 5 അവയവങ്ങൾ ദാനം ചെയ്യാം എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ തീരുമാനം. അത്തരത്തിലാണ് ഇത്തരത്തിൽ ഇന്ന് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഹൃദയമാറ്റ ശസ്ത്രക്രിയ, അത് 12 വയസ്സുകാരിക്കാണ് ഒരു ടീച്ചറിൻ്റെ ഹൃദയം മാറ്റം ചെയ്യപ്പെട്ടതെന്നുള്ളതാണ്. അപ്പം ആ വാർത്തയിലേക്ക് കൂടുതൽ വരുമ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ പല സംഭവങ്ങളും പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സർക്കാർ മേഖലയിൽ രണ്ടാമതാണ് ഇത്തരത്തിലൊരു ആശുപത്രിയിൽ, രണ്ടാമത്തെ ആശുപത്രിയാണ് ഇത്തരത്തിൽ പൂർണ്ണമായും, അതായത് ഹൃദയമാറ്റം നടക്കുന്ന ഒരു ആശുപത്രി. അത് മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജാണ്, രണ്ടാമത് ഇപ്പോൾ ശ്രീചിത്രയിലും കൂടെ വരികയാണ്. സൗമ്യ രമന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ ശസ്ത്രക്രിയ ഒരു വിജയമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്തായാലും കുട്ടിക്ക് ഇനി ഹൃദയം ടീച്ചറുടെ മിടിക്കും. ഒപ്പം എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ടീച്ചറായിരുന്നു ഇത്തരത്തിൽ ഡാലിയ. ആ ടീച്ചറുടെ ഹൃദയമാണ് ഇനിയിപ്പോൾ അനുഷയ്ക്ക്, 12 വയസ്സുകാരിയാണ്, കാർഡിയോ മയോപ്പതി എന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പം അത്രത്തോളം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയത്താണ് വളരെ പെട്ടെന്ന് ഈ ഹൃദയം എത്തുക. ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗത്ത് സന്തോഷത്തിൻ്റെയും മറുഭാഗത്ത് വലിയ സങ്കടത്തിൻ്റെയും വാർത്തകൾ നേരിടുമ്പോഴും ചില പ്രതീക്ഷകൾ കൂടെ നൽകുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് പിന്നീടുള്ള ജീവിതം വലിയ ദുസ്സഹമാവുകയും അത് കിടപ്പിലാകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും മുൻപോട്ട് പോകുന്ന ഒരു മാർഗം. എന്തായാലും അങ്ങനെ ഒരു വലിയ നല്ല കാര്യത്തിനല്ലേ. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ്റെ ഹൃദയം മറ്റൊരു ശരീരത്തിൽ മിടിക്കുന്നത് തൊട്ടറിയുന്ന മകളെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അനുഷ നാമോള് സന്തോഷമായിട്ടിരിക്കട്ടെ, സുഖമായിട്ടിരിക്കട്ടെ. ശരി ഗൂഗിളെ.